മഹേട്ടാ, അതെ മഹേട്ടാ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു ഡിവൈഎസ്പി വന്നിരിക്കുന്നു. മഹേട്ടനെ തിരക്കി ഏതോ അമ്പലത്തിനകത്ത് എന്തോ കൊല നടന്നെന്നോ മറ്റോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാധവ, നീ നേരെ നമ്മുടെ കളപ്പുരയിലേക്ക് ചെല്ലേ. അവിടെ കിച്ചാമണി ഉണ്ടാവും, ലക്ഷ്മണനും. രണ്ടുപേരോട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, അവിടെ തന്നെ നിന്നോളം പറ. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്താ മഹേട്ടാ പ്രശ്നം? അതൊക്കെ പറയാം. മാധവൻ ചെല്ലേ. അപ്പോ നാട്ടിലെ കുട്ടിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല അല്ലേ? ഇല്ല. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെ? അത് ഒരകന്ന ബന്ധുവാ. ഒന്ന് ഉറക്കെ പറ, കേൾക്കുന്നില്ല. അകന്ന ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. അയാൾ മരിച്ച വിവരം എപ്പോഴാ കുട്ടി അറിഞ്ഞത്? എനിക്കറിയില്ല. മരിച്ചുവോ? എങ്ങനെ മരിച്ചു? മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു. ആര്? ആരോ? നിങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ഒരു കണക്കിന് ഈശ്വരാനുഗ്രഹം. ഒരു ഉപദ്രവം തീർന്നു കിട്ടിയില്ലോ ഈ കുട്ടിക്ക്. തഞ്ചാവൂരും വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഈ സുബ്രഹ്മണ്യം അല്ലേ? മുമ്പും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ വെച്ച്. കുട്ടിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ആരാവും ഈ സുബ്രഹ്മണ്യത്തെ കൊന്നത്? എനിക്കറിയില്ല. എനിക്കെങ്ങനെ അറിയാ? ശരി, കുട്ടി പോയിക്കോളൂ. പേടിക്കണ്ട, ഞങ്ങൾ പോലീസുകളുടെ ഒരു രീതിയായത്. പലതും ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡ് സൺ, എന്തായാലും പേര്? മഹി. യെസ്, മഹി. അയാളൊന്ന് കാണണം. പറമ്പിലുണ്ടാവും, ആളെ വിട്ട് വിളിപ്പിക്കാം. വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മരിച്ചവൻ ഒരു റൗഡി. അവൻ ചത്തുകൊണ്ട് ഈ നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നമാ? പക്ഷേ സംഗതി ഇപ്പൊ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തില്ലേ? അവർക്ക് നല്ലൊരു കോളല്ലേ ഒത്തുകിട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് കൊല, സെൻസേഷണൽ. ലോക്കൽ പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്ലോസ് ചെയ്ത ഫയലാ ദേ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്. ഇനിയിപ്പോ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി എന്റെ ഉറക്കം കെടുത്തു. വരട്ടെ. ഓ, മഹി വന്നൂലോ. ഹലോ. ഹലോ. എന്നെ മനസ്സിലായി കാണില്ല മഹിക്ക് അല്ലേ? എന്ന് വെച്ചാ മനസ്സിലായിന്നോ മനസ്സിലായില്ലെന്നോ? ഇല്ല. ഞാൻ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. ഡിവൈഎസ്പി ഹമീദ് റാവുത്ത്. മഹി MBA കാരനല്ലേ? പിന്നെന്താ കൃഷിയൊക്കെ ആയിട്ട് കൂടിയത്? താല്പര്യം അത്ര തന്നെ. ഒരു മർഡർ കേസ് അന്വേഷിച്ചാൻ വന്നത്. അന്ന് തഞ്ചാവൂരിൽ വെച്ചൊരു സുബ്രഹ്മണ്യമായിട്ട് കശവിശ ഉണ്ടായി അല്ലേ? അയാളെ ആരോ കൊന്നു. അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് ഈ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. മഹി മാത്രം അങ്ങനെ നേരത്തെ അറിഞ്ഞു? പത്രത്തിൽ വായിച്ചറിഞ്ഞതാ. ഏത് പത്രത്തിൽ? ദിനത്തന്തി. അതിന് തനിക്ക് തമിഴ് വായിക്കറിയാം? ഒരു കൂട്ടുകാരൻ വായിച്ചു പറഞ്ഞു. ഏത് കൂട്ടുകാരൻ? തമിഴ് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ. എന്നിട്ടെന്താ ആ വിവരം വേറെ ആരോടും പറയാതിരുന്നത്? അത് ആ കുട്ടിയെ വേണി അറിയിക്കണ്ടെന്ന് തോന്നി. വേണിയുമായിട്ട് എങ്ങനെ? ആരുമില്ലാത്ത കുട്ടിയല്ലേ? സാർ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അതീ തെറ്റൊന്നുമില്ല. കാണാൻ നല്ല ചന്തമുള്ള കുട്ടി. അപ്പോ ബന്ധു എന്നും പറഞ്ഞ ഇടയ്ക്ക് ഒരുത്തം വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവൻ്റെ ശല്യമാവും. ശല്യം എന്നേക്കുമായി ഒഴിവാക്കുക. സുന്ദരിയായ ഒരു സാധു പെൺകുട്ടിക്ക് വേണ്ടി നമുക്ക് അത്രയൊക്കെ ചെയ്യാം അല്ലേ? തറവാട്ടി കാശുണ്ടെങ്കിൽ കേസിൽ നിന്ന് ഊരി പോരാനും ഒരു പ്രയാസമില്ല. എന്താ മഹി? ഞാൻ 2-3 ദിവസം കൂടെ ഉണ്ടാവും. നമുക്ക് ഇനിയും കാണേണ്ടി വരും. മഹേട്ടാ, പാലക്കാട് നെല്ലെടുക്കാൻ വന്നൊരു കളപ്പുരയിൽ കാത്തുക്ക. മഹേട്ടനെ കാണാണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ വരണ വഴിക്ക് കോൺസ്റ്റബിൾ മാധവൻ കൈകൊണ്ട് കാലോണ്ട് എന്തൊക്കെ കാണിക്കണ്ടായിരുന്നു. ഞാൻ ട്രാക്ടർ നിർത്തിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആരാ ഇവര്? ലക്ഷ്മണൻ, ഇവിടുത്തെ ജോലിക്കാരനാ. നമസ്കാരം. നല്ല തണ്ടും തടിയുണ്ടല്ലോ. വേണ ഇയാൾക്ക് ഒരാളെ തട്ടാം അല്ലേ മഹി? ഇയാളാരാ? ഇത് എന്റെ അനുജൻ. എന്ത് ചെയ്യുന്നു? ജോലിയായിട്ട് പുറത്താ. ഗൾഫിലാ? ഏയ്, കോയമ്പത്തൂരാ. മഹേട്ടാ, ആരാത്? പോലീസ്, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി. അയാൾ ആരാന്നാ പറഞ്ഞേ? അനുജൻ. ഓ, കുഴപ്പമായി മഹേട്ടാ? പിന്നല്ലാണ്ട്. എന്താ മഹേട്ട പ്രശ്നം? നീ ചെന്ന നിലവരുടെ താക്കോലെടുത്തിട്ട് വാ. വേഗം ചെല്ല്. മഹേട്ടാ, അയാൾ ഇനിയും വരില്ലേ? വരും, വരട്ടെ. നീ കിച്ചാമണിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. തൽക്കാലം അയാൾ കണ്ടതിന്റെ അനുജനെയാ. കിച്ചാമണി ഇവിടെ വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നിന്നെ കുറിച്ചൊന്നും അറിയില്ലോ. അയാൾ വേണി തിരക്കല്ലേ വന്നത്. ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നല്ല മഹേട്ടാ. ഇതാ നോക്ക്, തന്നെ പോലീസിന് നിയമത്തിനൊന്നും വിട്ടുകൊടുക്കില്ലാൻ തീരുമാനിച്ചതാ ഞാൻ. അതിനുവേണ്ടി പല കളികളും കളിക്കേണ്ടി വരും.
ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഇനി അഥവാ അയാൾ ഈ വീട് സെർച്ച് ചെയ്താൽ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു നിലവറയുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ തോന്നില്ല. വാ. വാ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കേ. എല്ലാവരും അന്വേഷിക്കില്ല എന്നെ. വേണിയും എന്തു പറയും? അപ്പ വായിൽ വരുന്നത് അതെനിക്ക് വിട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താൻ എന്നെ ടെൻഷനാക്കല്ലേ. അയാൾ തിരിച്ചു പോണത് വരെ ചിലപ്പോ 1 or 2 ദിവസം ഒക്കെ ശരിയാവും കിച്ച. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. കിച്ച, വിഷമിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണൻ വന്ന് നോക്കിക്കോളും. ഒന്നും ഉണ്ടാവില്ല. അപ്പോ മഹേന്ദ്രൻ അങ്ങനെ അനിയനില്ല എന്നാണ് മിസ്റ്റർ വിജയൻ പറയുന്നത് അല്ലേ? ഇല്ല, എന്റെ അറിവിലില്ല. മാധവനാണ് ആ കുടുംബവുമായി കൂടുതൽ അടുപ്പം. എന്താ മാധവ? സാർ അത് അനിയൻ എന്ന് പറഞ്ഞാൽ Say loudly. സാർ അങ്ങേർക്ക് അനിയനില്ല. ഉറപ്പാണോ? അതെ സർ. നിങ്ങൾക്ക് പോവാം മിസ്റ്റർ വിജയൻ. സാർ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ്? താങ്ക്സ്. ഒന്നും വേണമെന്നില്ല. ഞാനിവിടെ വന്നിറങ്ങിയ ഉടൻ വളരെ സമർത്ഥമായി ആ വിവരം മഹേന്ദ്രനെ അറിയിച്ച ബിരുദന്മാർ നിങ്ങളുടെ സ്റ്റേഷനിലുണ്ട്. എനിക്ക് നിങ്ങളുടെ അത്തരം സഹായം മേലിൽ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവനാ എന്തിനും. കൂടെ 2 കോൺസ്റ്റബിൾസിനെ പോലും കൂട്ടാതെ ഞാൻ വന്നത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാ. എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. യു ക്യാൻ ഗോ നൗ. സാർ, മാധവനോട് നിൽക്കൂ. മിസ്റ്റർ വിജയൻ, യു ക്യാൻ ഗോ. മഹേന്ദ്രൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്താണ് സർ? ആരാ അവിടെ ഞാൻ കണ്ട ചെറുപ്പക്കാരൻ? എനിക്കറിയില്ല സർ. തനിക്കറിയാം. കമോൺ ടെൽ മീ. വകയിൽ ഏതെങ്കിലും അനിയനായിരിക്കും സർ. വകയിൽ അനിയനോ? അതെന്താ അനിയൻ? പറയടോ. ആ, കിച്ചാമണി ആയിരിക്കും സർ. കിച്ചാമണി? അതാരാ? എനിക്ക് കിച്ചാമണി ഒന്ന് കാണണം. ഇവിടെ ഇല്ല. എവിടെ പോയി? മഹേട്ടനോട് പറഞ്ഞിട്ടാ പോയത്. ഒരു ജോലിയുടെ കാര്യത്തിനാ. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ഓ, രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താ പിന്നെ പെട്ടെന്നൊരു യാത്ര? അത് ഒരു പ്രൈവറ്റ് ഫേമിലാ. അതിന്റെ MD നാളെ ഫോറിൻ ടൂറിന് പോവാ. അതിനു മുമ്പ് ചെന്ന് കണ്ട ആ ജോലി അയക്ക് കിട്ടും. പെട്ടെന്നാണ് ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ പിന്നെ 2:30 ട്രെയിൻ മിസ് ചെയ്യണ്ടെന്ന് കരുതി. ദാ ഇവരോട് പോലും പറയാൻ നിന്നില്ല. നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? അപ്പോ കോയമ്പത്തൂർ ജോലിയുള്ള ഇയാളുടെ അനിയനോ? അതങ്ങനെ നാക്കിൽ വന്നു. സത്യത്തിൽ അയാൾ എനിക്ക് അനിയനെ പോലെയാ. വേണി അനിയത്തിയാവുമ്പോ അയാൾ അനിയനാവുമല്ലോ അല്ലേ വേണി? കുട്ടി പോയിക്കോളൂ. കോയമ്പത്തൂർ ജോലിയുള്ള അയാൾ എന്തിനാ വേറെ ജോലി അന്വേഷിക്കുന്നത്? കോയമ്പത്തൂർ ജോലി വിട്ടൂല്ലോ. അപ്പൊ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി. കല്യാണത്തിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനാവണമെന്ന് അയാൾക്ക് വലിയ നിർബന്ധം. വേണിയുടെ അയാളുടെ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ കൃഷിയിലൊക്കെ സഹായിച്ച് ഇവിടെ തന്നെ കൂടാന്ന്. അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ സാർ? യെസ് യെസ്. മഹേ, ഒന്നിങ്ങോട്ട് വന്നേ. താൻ ആള് വിചാരിച്ച പോലല്ല. മിടുക്കനാ, മിടുക്കൻ. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ഈ സിറ്റുവേഷൻ ചെയ്യാന്നറിയോ? തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ചാടക്കും. ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്നെ ഒരു ഓച്ചനായിട്ട് കരുതരുത്. സാർ, കള്ളം ചെയ്തും പറഞ്ഞ് ശീലമില്ലാത്തവർ അതിന് ശ്രമിക്കുമ്പോൾ മുഖം ചതിക്കും. തൻ്റെ മുഖത്തുണ്ട് താൻ പറയുന്നത് ഒക്കെ കള്ളമാണെന്ന്. ആരെ രക്ഷിക്കാനാ താൻ ഈ കിടന്ന് ശ്വാസം മുട്ടുന്നത്? കിച്ചാമണിയെ? അപ്പോ തനിക്കറിയാം ഞാൻ ഊഹിച്ചത് അല്ലേ? എന്ത് സാർ? തഞ്ചാവൂരിൽ വേണിയെ തിരക്കിച്ചെന്ന ചെറുപ്പക്കാരൻ അവൻ തന്നെയാണ് സുബ്രഹ്മണ്യത്തെ കൊന്നത്. ഇല്ല സാർ, അവൻ ആരെയും കൊന്നിട്ടില്ല. അത് തനിക്കെങ്ങനെ അറിയാം? അയാൾ അതിന് തഞ്ചാവൂർ പോയിട്ട് വേണ്ടേ? മഹി, ഇവിടെ വന്നിറങ്ങുമ്പോൾ ചില കാര്യങ്ങളെ എനിക്കറിയാമായിരുന്നുള്ളൂ, പിന്നെ ചില ഊഹങ്ങളും. പക്ഷേ താൻ എൻ്റെ ജോലി എളുപ്പമാക്കി. ഇനി എനിക്ക് ഒന്നേ ആവശ്യമുള്ളൂ, കിച്ചന്. എവിടെ കിച്ചൻ? കമോൺ ടെൽ മീ, വേർ ഈസ് ഹി? എനിക്കറിയില്ല. ഇനി കള്ളം വേണ്ട. താൻ എങ്ങോട്ട് മാറ്റിയവനെ? സാർ അവൻ ലുക്ക്, സത്യം പറയിക്കാൻ ഒരുപാട് രീതികളുണ്ട് ഞങ്ങൾ പോലീസുകാർക്ക്. പക്ഷേ എൻ്റെ രീതി അതല്ല. ഞാൻ ഒരല്പം ഡിഫറൻ്റ് ആണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാണ് സബോർഡിനേറ്റ്സിനെ പോലും കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇവിടെ ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. വയസ്സായ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ പെൺകുട്ടിയും
അവരുടെ കരച്ചിലും സെന്റിമെന്റ്സും, അതിനൊക്കെ അപ്പുറം പേര് കേട്ട ശ്രീമംഗലം തറവാട്ടിലെ സന്തതിക്ക് ഒരു കൊലപാതകയെ ഒളിപ്പിച്ചതിനെ കിട്ടാവുന്ന ശിക്ഷയും നാണക്കേടും അതൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തീർക്കാം. താൻ ആ ചെക്കനെയും കൂട്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മതി. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ആ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് തനിക്ക് ആ ചെക്കനെ രക്ഷപ്പെടുത്താനുള്ള ഇടവേളയല്ല. അണ്ടർസ്റ്റാൻഡ്? അയാള് നമ്മൾ വിചാരിച്ചതിനൊക്കെ ഷാർപ്പാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വയനാട്ടില് എന്റെ ഫ്രണ്ടിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം. ലക്ഷ്മണൻ കൂടെ വരും. വാ. എത്ര നാളാ മഹേട്ടാ? ഞാൻ പിടികൊടുക്കാം. അതാ നല്ലത്. അല്ലെങ്കിൽ മഹേട്ടനും കൂടി ഇതില്. എന്റെ കാര്യം വിട്. തൽക്കാലം താൻ രക്ഷപ്പെടാം. മഹേട്ടാ, പറയുന്ന അനുസരിക്കുക. വാ. മഹേട്ടാ, അയാള് വീണ്ടും എത്തിന്റെ DSP മുത്തച്ഛനായിട്ട് സംസാരിക്കണ്ട ഉമർത്ത്. ഗസ്റ്റ് ഹൗസിൽ വല്ലാത്ത മൂട്ടശല്യം. ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് ആകപ്പാടെ അസ്കിതയാ. മഹിയെ ഫോണിൽ വിളിച്ചപ്പോ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഇവിടെ കൂടാന്ന്. ശ്രീമംഗലത്തെ അതിഥിയായിട്ട് ഒരു ദിവസം തങ്ങാന്ന് വെച്ചാൽ അതും ഒരു ഭാഗ്യ അല്ലേ മുത്തച്ഛ? അസൗകര്യമൊന്നും ആവില്ലല്ലോ അല്ലേ? ഏയ്, ആ, എവിടെ മഹി? ഇവിടെ ഉണ്ട്. ആ, ഞാൻ മുത്തച്ഛനോട് പറയായിരുന്നു താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച കാര്യം. ഏതായാലും നന്നായി. ഈ നാട്ടിലാണെങ്കിൽ ഗസ്റ്റ് ഹൗസ് അല്ലാതെ വേറെ ഒരു ഹോട്ടലും ഇല്ല അല്ലേ മഹി? മുത്തച്ഛൻ കിടന്നോളൂ, സമയം ഒരുപാട് വൈകി. ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ ചൊല്ല്. ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് മഹിക്കറിയാമല്ലോ. അപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയാൽ ശരിയാവൂ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അല്ലേ? എവിടെയാ എനിക്കൊരു മുറി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മാവിന്റെ ചൂട്ടി കിടന്നോളാം. ഒരു കട്ടിലും ബെഡ് സംഘടിപ്പിച്ച് തന്നാ മതി. പുറത്ത് നല്ല മഞ്ഞുണ്ട് സാർ. മഞ്ഞല്ലേ ലക്ഷ്മണ? സാരമില്ല, ഐസ് വീഴ്ചയൊന്നും അല്ലല്ലോ. അപ്പോ മഹി, ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ നാളെ രാവിലെ കിച്ചനെ താൻ കൊണ്ടുവരുന്നു എന്റെ മുമ്പില്. ഇല്ല സാർ, അതുണ്ടാവില്ല. കിച്ചനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ധൈര്യം. അപ്പൊ ധൈര്യം ഉണ്ട് ശ്രീമംഗലത്തെ മഹേന്ദ്രന് അല്ലേ? ഉണ്ട് സാർ, ശരിക്കും ഉണ്ട്. സാറ് പറഞ്ഞില്ലേ സാറിന്റെ രീതി ഡിഫറെന്റ് ആണെന്ന്. ശ്രീമംഗലത്തെ മഹേന്ദ്രന്റെ രീതിയും ഡിഫറെന്റാ. കിച്ചനെ സാറ് കണ്ടുപിടിച്ച് കൊണ്ടുപോ. ഒരു കട്ടിലെടുത്തിട്ട് ഓടാ സാറിന്. സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ആ, ഗുഡ് മോർണിംഗ്. ഏതെങ്കിലും മുറിയിൽ കിടക്കാറുന്നല്ലോ. ഇവിടെ നല്ല സുഖം, നല്ല കാറ്റും, സുഖമായിട്ട് ഉറങ്ങി. മഹി എവിടെ? കുളിക്കുക കൊളക്കടവില്. ആ, എനിക്കൊന്ന് കുളിക്കാലോ അല്ലേ നിങ്ങളുടെ കുളത്തില്? കുളിക്കാം. കുളിപ്പിച്ച് കിടത്താറുണ്ട് ഞങ്ങള്. തമാശ കൊള്ളാം. കുളിച്ചു വന്നാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. എന്തായാലും ഞാനിപ്പോ തന്നെ അതിഥിയാണല്ലോ. ആഹാരത്തിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം നിർബന്ധം കൂടുതലാ. നിങ്ങളുടെ ഇഡ്ഡലിയും ദോശയൊന്നും എനിക്ക് ശരിയാവില്ല. പുട്ട് കിട്ടുമോ? അല്ലെങ്കിൽ അപ്പവും മുട്ടക്കറി ആയാലും മതി. ഒരൊറ്റ. എന്തിനാ മഹേട്ടാ അയാൾ ഇവിടെ താമസിക്കണേ? ഞാനാ പറഞ്ഞ ഇവിടെ താമസിച്ചോളാൻ. വേണ്ടപ്പെട്ട ഒരു നാട്ടിൽ വന്ന ശ്രീമംഗലത്ത് ഇത് മുമ്പും പതിവുള്ളതല്ലേ. മുത്തച്ഛനും വിരോധമില്ല. അയാൾക്ക് കാപ്പിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇഡ്ഡലിയും ദോശയൊന്നും അയാൾക്ക് ശീലമില്ല അത്രേ. വല്ല പുട്ടോ അപ്പോ മതി. മഹേട്ടാ, എന്താ മോളെ? എന്നോട് കള്ളം പറയില്ലല്ലോ മഹേട്ടൻ? എന്താ കുട്ടി? കിച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? അവൻ നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? ഇല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ മോളുടെ തോന്നല. എന്നോട് പറയാണ്ട് പോവില്ല കിച്ചൻ അല്ലെങ്കിൽ. അവൻ വരും. മോള് ചെന്ന് അടുക്കളയിൽ ചേച്ചി സഹായിക്കേ. അയാളിപ്പോ ഇവിടെ താമസിക്കാനും വന്നോ? ആര്? ആ പോലീസുകാരൻ. അതോ, അത് ഈ പോലീസുകാരുടെ രീതി അങ്ങനെയാ. മരിച്ച സുബ്രഹ്മണ്യത്തെ അറിയാവുന്നവര് നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോ നമുക്ക് എന്തെങ്കിലും അറിയാമോ?
ഇനി നമ്മൾ അറിയുന്ന ആരെങ്കിലും ആവുമോ കൊന്നത്? പോലീസുകാർക്ക് എല്ലാരും സംശയ. എന്നോട് ചോദിച്ചു ഞാനാണോ കൊന്നെന്ന്. ഇനിയിപ്പോ കിച്ചനെ കണ്ട കിച്ചനോട് ചോദിക്കും. അതിന് കിച്ചൻ ഈയിടെയൊന്നും സുബ്രഹ്മണ്യത്തെ കണ്ടിട്ടും കൂടി ഇല്ലല്ലോ. അതാണ് സത്യം. കിച്ചൻ പറയുമ്പോ അയാൾക്കത് ബോധ്യാവുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് വന്ന പോലീസല്ലേ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചുമ്മാ ജാട കാണിക്കുക. കാണിച്ചിട്ട് പോട്ടെ, നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ചെല്ലേ.